കരുണാർദ്രനായകനേ, അലിവിൻ്റെ സ്നേഹിതനേ, കനിയണമേ നീ എൻ ജീവനിൽ. നിന്റെ ഗോസ്പല് ഒരു കറക്ഷൻ്റെ പാഠമാണ്. നിന്റെ സഹോദരൻ ഒരു തെറ്റ് ചെയ്താൽ അവൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പോയി പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം 2-3 പേർ സാക്ഷികളുള്ളപ്പോൾ പറഞ്ഞു കൊടുക്കണം. അതിലും അവൻ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സഭയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു കൊടുക്കുക. ഈ 3 പ്രോസസ്സിലൂടെ വേണം നിന്റെ സഹോദരൻ നീ കറക്റ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒരു കറക്ഷൻ യേശു പറയുമ്പോൾ ലക്ഷ്യം എന്താണ്? വളരെ കൃത്യമാണ്. ലക്ഷ്യം നിന്റെ സഹോദരൻ ആ സഹോദരനെന്നുള്ള സ്ഥാനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതാണ് ലക്ഷ്യം. നിന്റെ സഹോദരൻ നിനക്ക് അപരിചിതനാകരുത്. നിന്റെ പ്രിയപ്പെട്ടവൻ നിന്റെ ശത്രുവായി മാറരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തുവിൻ്റെ കോൺസെപ്റ്റ്. അതിനുവേണ്ടി നീ ഏതൊരു അറ്റം പോകാനും നീ മടിക്കരുത്. അവനെ നിനക്ക് തിരിച്ചു വേണം. അതാണ് വാക്ക്. തെറ്റ് ചെയ്തവനെ വിധിക്കാതെ അവനെ മനസ്സിലാക്കി തിരികെ കൊണ്ടുവരുവാൻ ദ ഗോസ്പലിൽ യേശു പഠിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഭൂമിയിൽ ഏറ്റവും നന്നായിട്ട് ഈ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. കാര്യം ഇതിന് ശേഷം വരുന്ന വാക്കുകൾ അങ്ങനെയാണല്ലോ. യേശു ഈ കറക്ഷനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്ന വാക്ക് ഇതാണ്: ഈ ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിച്ചാൽ അത് എന്ത് കാര്യമാണെങ്കിലും നടക്കും. 2 പേർ ഒരുമിച്ച് ചോദിക്കണം. അതാണ് പ്രധാനപ്പെട്ടത്. നീ കൈകൂപ്പുമ്പോൾ നിൻ്റെ സഹോദരൻ നിന്നോട് കൈകൂപ്പാനുണ്ടാകണം. നീ മുട്ടുകുത്തുമ്പോൾ നിൻ്റെ സഹോദരൻ നിന്നോട് മുട്ടുകുത്താനുണ്ടാകണം. നീ ഇത്രയും കാലം നിൻ്റെ സഹോദരനോട് മുട്ടുകുത്തി, ഇത്രയും കാലം നീ നിൻ്റെ സഹോദരനോടൊപ്പം കൈകൂപ്പി പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ നീ ഒന്ന് വലത്തോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവനില്ലെങ്കിൽ ആ പ്രാർത്ഥന കേൾക്കപ്പെടുകയില്ല. അത് ക്രിസ്തു പറയാൻ കാര്യത്തിലേ ഉള്ളൂ. കാര്യം നിൻ്റെ കൂടെ നിൻ്റെ സഹോദരൻ തോളോട് തോൾ ചേർന്നുണ്ടാകണം. അവൻ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ടത് ചില മനുഷ്യരൊക്കെ നമ്മുടെ കൂടെ ജീവിക്കുന്നില്ലേ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെന്നും ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെന്നും ഇവരെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഏതൊരറ്റം വരെ പോയിട്ടാണെങ്കിലും അവരെ തിരിച്ചു കണ്ടെത്തണം നമ്മൾ. ആ ഒരു പ്രോസസ്സിനാണ് ക്രിസ്തു എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകരുന്നൊരു വാശി ക്രിസ്തുവിന് വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ പ്രോസസ്സ് യേശു പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, തെറ്റ് പറ്റുന്നത് മാനുഷികമാണ്, പക്ഷേ അത് പറഞ്ഞു കൊടുത്ത് തിരുത്തുന്നത് ദൈവികമാണ്. ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തണം. വീണു പോകുന്ന മനുഷ്യരുണ്ടാവും, തളർന്നു പോകുന്നവരുണ്ടാവും. പക്ഷേ കരം ചേർത്ത് പിടിക്കാൻ നിങ്ങളുടെ കരം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരും ഒരിക്കലും പിന്നീട് വീഴില്ല. കാരണം കരം താങ്ങാകാൻ നിങ്ങളുടെ കരങ്ങളുണ്ടല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരുണാർദ്രനായകനേ, അലിവിൻ്റെ സ്നേഹിതനേ, കനിയണമേ നീ എൻ ജീവനിൽ. കരുണാർദ്രനായകനേ, അലിവിൻ്റെ സ്നേഹിതനേ, കനിയണമേ നീ എൻ ജീവനിൽ. എൻ പാപം നീ നീക്കി പുതുജീവനേകുമ്പോൾ അറിയുന്നു നിൻ സ്നേഹം വാക്കാൽ തീരുമോ. എൻ പാപം നീ നീക്കി പുതുജീവനേകുമ്പോൾ അറിയുന്നു നിൻ സ്നേഹം വാക്കാൽ തീരുമോ. കരുണാർദ്രനായകനേ, അലിവിൻ്റെ സ്നേഹിതനേ, കനിയണമേ നീ
അലിവിൻ്റെ സ്നേഹിതനെ കനിയണമേ നീ എൻ ജീവനിൽ കരുണാർദ്ര നായകനേ